അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഫറഹുർ റബീഅ് 10. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത ഭാര്യ ഒരു സംശുദ്ധമായ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം ഇങ്ങനെ മുതൽ പോയോണ്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെണ്ട ഹദീസിലും ചരിത്രത്തിലും കാണ്ട് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബാല്യ ജീവിത ഭാര്യ സംശുദ്ധമായിട്ടിന്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചെറിയ പ്രായത്തിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ ഒരു രണ്ട് ഘടന വിവരിച്ചതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ വിവരിച്ചതായിട്ട് കണ്ടു. ഒന്ന്, മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ മക്കളിട്ട് കളിച്ചോണ്ടിരിക്കുമ്പോൾ ഒരു വലിയൊരു ഗാനമേള പോലെ ഒരു മ്യൂസിക്കും ഒരു ഡാൻസും ഒരു ദഫും ആയിട്ട് ഇങ്ങനെ കളിക്കുന്ന ഒരു ഫംഗ്ഷനുക്ക് മക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചുകൊണ്ട് പോയപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംരക്ഷണാക്കിറ. അത് കേൾക്കാത്ത പോലെമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹു തആല ഉറക്കി വിട്ടാണ്. അതേപോലെ വേറൊരു സന്ദർഭത്തിൽ കഅബത്തെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ പണ്ടത്തെ ആ ജാഹിലിയ കാലത്തുള്ള സമ്പ്രദായം ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് കല്ല് കൊമ്പയി കൊടുക്കുക വെച്ചുള്ള ഒരു സമ്പ്രദായം പണ്ടത്തെ കാലത്ത്. ആ സമ്പ്രദായത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒത്താക്കിയപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബോധം അള്ളാഹു നഷ്ടപ്പെടുത്തിയിട്ട് അവിടെ ആ സംഗതിയിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തിയ. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ ജീവിതത്തിൽ എല്ലാ നിലക്കും സംശുദ്ധമായ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചുകൊണ്ട് വരുമ്പോഴേക്കിട് 40 വർഷമാകുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നുബുവത്ത് കിട്ടും. ആ നുബുവത്ത് കിട്ടിയപ്പോൾ ബഹുമാനപ്പെട്ട ഖദീജ ബീബി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമാധാനാക്കിയതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധൈര്യം കൊടുത്തതും ഞങ്ങൾ ഇന്നലത്തെ ക്ലാസ്സിൽ അത് വിശദീകരിച്ചിട്ടില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ടെൻഷനിൽ ഇനി ഈ ഒരു ജനത തൊട്ടിക്ക് ഞാൻ എങ്ങനെ ദീൻ ചെന്ന് കൊടുക്കുമ്പോൾ എന്തിനായിട്ടിക്കും ഞങ്ങളെ പ്രതികാര ചെല്ലോ ഒരു മനുഷ്യ സഹജമായിട്ട് പണ്ട് ഒരു ടെൻഷൻ. ആ ടെൻഷനിൽ ബേജാറിലിങ്ങനെ ചലി പണി പഠിച്ച് കിടന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചു ഉണർത്തറ. യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ വറുജ്സ ഫഹജുർ വലാ തംനുൻ തസ്തക്സിർ വലിറബ്ബിക ഫസ്ബിർ. നല്ല ക്ഷമ, നല്ല ഇഖ്ലാസ്, ആ ബാഹ്യമായിട്ടും ആന്തരികമായിട്ടും നല്ല സംശുദ്ധമായ നിലക്ക് നിങ്ങൾ ഷടകൊടഞ്ഞെണിച്ചിട്ട് പുറത്തു പോറും. സമുദായത്തിന് ദീൻ ചെന്ന് കൊടുക്കുറു. കള്ളുകുടി, പെണ്ണുപിടി, വേണ്ടാത്ത ബഹുദൈവാരാധന, ഷിർക്ക് ಇದರ ತೊಟ್ಟೆಲ್ಲ ಆಲ್ಮಾರ್ಗೆ നിങ്ങൾ ബോധവൽക്കരണം ആക്കുറു. അങ്ങ് ചെന്ന് കൊടുക്കുറു. ചെന്ന് നിങ്ങൾ കിടന്നിങ്കാവാല, നിങ്ങൾ പയക്കട പാച്ചി കിടക്കണായ മനുഷ്യനല്ല, നിങ്ങൾ പുറത്തു പോകണം ചെന്നിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിപ്പട്ര. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ദീനി ദഅവത്ത് തുടങ്ങിട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങു ദ ഫസ്റ്റ് മെമ്പർ ഓഫ് ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ മെമ്പറായിട്ട് കിട്ടോ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ. ആണുങ്ങളിൽ ഒന്നാമത്തെ മെമ്പറായിട്ട് കിട്ടോ സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മക്കളിൽ ഒന്നാമത്തെ മെമ്പറായിട്ട് കിട്ടോ തൻ്റെ കസിൻ സഹോദര ബഹുമാനപ്പെട്ട അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഈ മൂന്നാളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ ആദ്യകാലത്തെ ചങ്ങായിമാർ. ഖദീജ ബീബി റളിയല്ലാഹു അൻഹ 15 വർഷമായില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദാമ്പത്യ ജീവിതം നടത്തിയിട്ടുള്ളൂ. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഔത്തിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബലഞ്ഞ് വന്നിട്ടുള്ളൂ. കാരണം അബൂ ത്വാലിബിൻ്റെ മോനല്ലേ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ആ ഔത്തിലായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബലഞ്ഞ് വന്നിട്ടുള്ളൂ. അതേപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബാല്യ സ്നേഹിതൻ.
ഇങ്ങനെല്ലാം നബി തങ്ങളെ A to Z മനസ്സിലാക്കിയ ആൾമാരായതുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഫസ്റ്റ് അങ്ങ് ഇസ്ലാം മതം സ്വീകരിക്കണം. അങ്ങനെ ഒരു ഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ രഹസ്യമായിട്ടുള്ള ഒരു പ്രബോധന, പിന്നെ ഒരു ഭാഗത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു താങ്ങും തണലായിട്ട്, ഒരു ഭാഗത്ത് മഹദിയായ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ താങ്ങും തണലായിട്ട് നിന്നിട്ട്, ഒരു ഭാഗത്ത് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ രൂപത്തിലും നിന്നിട്ട്, ഇതിലെല്ലാ നിലക്കും സംരക്ഷണം കൊടുത്തുകൊണ്ടുള്ള ബഹുമാനപ്പെട്ട അബൂ ത്വാലിബ്. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവർത്തനം കൊണ്ടിട്ടു കുറേ ആൾമാർ രഹസ്യമായിട്ടുള്ള പ്രവർത്തനം, ഇത് പരസ്യമായിട്ട് വന്നിട്ടില്ല. 3 വർഷക്കാലം രഹസ്യമായിട്ട് മെല്ലെ ആർക്കും ಗೊತ್ತಿല്ലാണ്ട് പബ്ലിക്കിൽ പറയാണ്ട് ഉൽഗത്തുൽഗത്തിൽ ഇങ്ങനെ പരിശുദ്ധ ഇസ്ലാമിടോ പ്രചാരാക്കോ തുടങ്ങിയാറ്. 3 വർഷക്കാലം ഇതേ ഒരു ആ ഹിറാ ഗുഹയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കു ആ നുബുവത്ത് കിട്ടിയത് ടൈം മുതൽ 3 വർഷക്കാലത്തോളം ഇങ്ങനെ രഹസ്യമായിട്ട് പ്രബോധനം നടന്നുകൊണ്ടിരുന്നു. ആർക്കും ശുദ്ധിയില്ലാണ്ട് ഗുട്ടിലേ പോയോണ്ടിരുന്നു. ആ സന്ദർഭത്തിൽ ഒരുപാട് ആൾമാർ ഇസ്ലാം മതം സ്വീകരിച്ചാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ക്ലാസ് കേട്ടിട്ട് ഇസ്ലാം മതം സ്വീകരിച്ച ആൾമാരായിട്ട് വലിയ വലിയ പ്രഗത്ഭന്മാർ മഹാനായ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു സഹാബികളിൽ പ്രമുഖന്മാരായിട്ട് കിടക്കാം. ഇങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ക്ലാസ് കേട്ടിട്ട് ഇസ്ലാം മതം സ്വീകരിച്ച ആൾമാർ. അതേപോലെ ഒരു ഭാഗത്ത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ക്ലാസ് കേട്ടിട്ടും ഒരുപാട് ആൾമാർ ഇസ്ലാം മതം സ്വീകരിച്ചുകൊണ്ടുള്ളാർ. ഇങ്ങനെ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ ബെന്നലുമായിട്ട് നിന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് വലിയൊരു സപ്പോർട്ടായിട്ട് റൗത്തിൽ നിന്ന പെണ്ണുങ്ങളോ. ഇങ്ങനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ 3 വർഷത്തോളം ഇതേ രൂപത്തിൽ പോയോണ്ടിരിക്കുമ്പോൾ ഒരുപാട് ആൾമാർ ഇസ്ലാം മതം സ്വീകരിച്ചാർ. മഹാനായ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു തുടങ്ങിയ ചെമ്മ ആൾമാർ എന്താക്കിയാർ ഇസ്ലാം മതം സ്വീകരിച്ചുകൊണ്ട് ഇങ്ങനെ പണ്ട ടൈമിലായിട്ടിക്കിട് പരസ്യമാക്കുവാനായിട്ട് അള്ളാഹുടെ ഓർഡർ കണ്ടു. ഇനി രഹസ്യ ബുഡ്രു പരസ്യത്തിക്ക് ഇല്ലണോ. ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ 3 വർഷം കഴിഞ്ഞാൽ പിന്നെ പരസ്യമായിട്ടുള്ള ആ ഒരു പ്രബോധനക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ തയ്യാറാവുന്നു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ്റെ ആയത്തിറങ്ങട് വഅൻദിർ അശീറതകൽ അഖറബീൻ. ഫസ്റ്റ് നിങ്ങളെ കുടുംബത്തെ വിളിച്ചിട്ട് നിങ്ങൾ കറക്റ്റ് ആക്കുന്നു, അങ്ക് നല്ല ദീൻ ചെന്ന് കൊടുക്കറോ. അത് ഏതൊന്നും അങ്ങനല്ലേ, ഫസ്റ്റ് അക കറക്റ്റ് ആക്കണം. ഔത്തിരിന്നോ പെഞ്ഞയും മക്കൾക്കും ഔത്തിരിന്ന ആൾമാർക്കും നിങ്ങളെ കുടുംബത്തുക്കും ദീൻ ചെന്ന് കൊടുക്കണം ഫസ്റ്റ്. അതിൽ പിന്നെ ആയിട്ടിട്ട് ബാക്കി 10 ആൾമാർക്ക് ഇങ്ങനെ പോയോണ്ടിരിക്കറോ. അപ്പം നിങ്ങൾ അകസമാവട്ടെ, നിങ്ങളെ കുടുംബസമാവട്ടെ, കുടുംബത്തിന് ചെന്ന് കൊടുക്കാണ്ട് 10 ആൾമാർക്ക് ചെന്ന് കൊടുക്കുമ്പോൾ 10 ആൾമാരും ചിലപ്പോൾ പല ക്വസ്റ്റ്യനുകളുമുണ്ട്. അതുകൊണ്ട് കുടുംബത്തിന് ദീൻ ഇങ്ങനെ എന്താക്കണം, വിവരിച്ചു കൊടുക്കണം. ഫാമിലിക്ക് ഇങ്ങനെ നിങ്ങളോ ക്ലാസ്സുകളും നിങ്ങളോ മാറ്ററുകളും എത്തണം. അപ്പോൾ ഫാമിലിക്കായിട്ട് കുടുംബത്തിൽ ഇങ്ങനെ ദീൻ ചെന്ന് കൊടുക്കുവാനായിട്ട് വഅൻദിർ അശീറതകൽ അഖറബീൻ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചിട്ട് കുടുംബക്കാരെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് യാ ബനി കഅബ് ബിൻ ലുഐ ഇങ്ങനെ തുടങ്ങിയിട്ട് യാ ബനി മുറത്ത് ബിൻ കഅബ്, യാ ബനി അബ്ദു ഷംസ്, യാ ബനി അബ്ദു മനാഫ്, യാ ബനി ഹാഷിം, യാ ബനി അബ്ദുൽ മുത്തലിബ്, യാ ഫാത്തിമ എല്ലാവരും വിളിച്ചിട്ട് സ്വന്തം മോലം അവസാനം വിളിച്ചിട്ട് എല്ലാവരുടെ ചെന്നോ അങ്കിതു അംഫുസക്കും മിനന്നാർ. എല്ലാവരുടെ ഒരേ പലക്ക, നിങ്ങൾ നരകത്തെ തൊട്ട് നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ കാക്കണോ, നരകത്തെ തൊട്ട് നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ കാക്കണോ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന് കൊടുത്തു. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ വിളിച്ച് അങ്കിദി നഫ്സകി മിനന്നാർ. ഫാത്തിമ, നിൻ്റെ ശരീരത്തെ നീ നരകത്തെ തൊട്ട് സൂക്ഷിക്കണം. ഈ ബഹുദൈവ ആരാധനമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബടക്കത്തരത്തെ പെറോൽ പോയെങ്കിൽ നിങ്ങളുടെ ശരീരം നരകത്തിൽ കരിഞ്ഞു പോകൂ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫൈന്നി ലാ അംലികു ലക്കും മിനല്ലാഹി ശൈഅ ഗൈറ അന്നി ലക്കും. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ല്, നിങ്ങൾ ഈമാനില്ലാണ്ട് മരിച്ചു പോയെങ്കിൽ, നിങ്ങൾ ശിർക്കിയുടെ കൂടെ ഇങ്ങനെ മരിച്ചു പോയെങ്കിൽ നിങ്ങളെ രക്ഷപ്പെടുത്തുകയുള്ള അധികാരം നക്കുമില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ ഷഫാഅത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷഫാഅത്ത് ആഖിറത്തിൽ കിട്ടും. എല്ലാ മൂമിനീങ്ങും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മുട്ട പോകുമ്പോൾ അവിടെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം കൈപിടറു, ഇബ്രാഹിം നബി അലൈഹി സ്വലാം കൈപിടറു, മൂസാ നബി അലൈഹി സ്വലാം കൈപിടറു, അങ്ങനെ തുടങ്ങി എല്ലാ നബിമാരും കൈപിട്ടപ്പ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിട്ട് ഷഫാഅത്ത് ചെയ്തു.
അതേ സമയത്ത് ആ ഷഫാത്ത് ആർക്ക് ഈമാനോട് കൂടി മരിക്കണം. മരിക്കുന്ന ടൈമിൽ ഈമാൻ ഇല്ലാത്തവർക്ക് ഷഫാത്ത് കിട്ടില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ല്, നിങ്ങൾ ഈ രൂപത്തിൽ നിങ്ങൾ ഇവിടെ ജാഹിലിയ കാലത്തിൽ ആക്കട ആൽമാരെ പോലെ നിങ്ങൾ ആക്കിയെങ്കിൽ നിങ്ങളെ രക്ഷപ്പെടുത്തൂ. ഒരു ഷഫാത്തിന് അധികാരവും നക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടില്ല. ഫൈന്നി ലാ അംലികു ലക്കും മിനല്ലാഹി ഷൈആ, ഒരു നയാ പൈസത്തെ ഉപകാരം എന്നൊക്കെ ആക്കുക സാധ്യമില്ല. അതുകൊണ്ട് ഈമാനോട് കൂടി മരിക്കണം. ഷിർക്കിടെ തൊട്ട് രക്ഷപ്പെടണോ എന്നിട്ട് കുടുംബത്തൊട്ടിക നിൻ്റെ കുടുംബക്കാർ ചെന്നിട്ട് രക്ഷപ്പെടുത്തുക സാധ്യമല്ല. ഷിർക്കിൽ കുടുങ്ങിയെങ്കിൽ ഈമാനില്ലാതായിപ്പോയെങ്കിൽ ഏത് കുടുംബത്തും രക്ഷപ്പെടുത്തുകൂ സാധ്യമില്ലാണ്ടായിട്ട് ഇങ്ങട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെണ്ടു. അപ്പോൾ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ക്ലാസ് എല്ലാ കുടുംബത്തും എത്തിയിട്ട് അങ്ങനെ വേറെ ഒരു നാൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നും കൂടി കുടുംബത്തെ എല്ലാവർക്കും എവിടെയെങ്കിലും ആരും ബാക്കിയാവത്തീരാ ചെല്ല ആ ഉദ്ദേശത്തിൽ സഫാ ചെണ്ട ഗുഡ്ഡയ്ക്ക് വിളിക്കരു. ആ ഗുഡ്ഡയിൽ വിളിച്ചിട്ട് ആ ഗുഡ്ഡയ്ക്ക് പത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കരു. അവിടെ ജോറ് വിളിക്കരു. സുബ്ഹാനല്ലാഹ് യാ സബാഹ, അത് അറബികളൊരു ശൈലി. അപ്പം മൻഹാദ് ആരിത് വിളിക്കരോന്ന് കേട്ടിട്ട് ഫജിത്തമഅലോ എല്ലാവരും പോയിട്ട് അവിടെ ഒരുമിച്ച് കൂട്ടുകാർ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളി കേൾക്കാത്ത ആരും ബാക്കിയാവണ്ടേനി. എല്ലാവരും ആ ഗുഡ്ഡയ്ക്ക് പോയിട്ട് ഒരുമിച്ച് കൂട്ടുകാർ. ആ സമയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലകയുണ്ട്. അറഅയ്തും ഇൻ അഖ്ബർതുക്കും അന്ന ഖൈലൻ തഖ്റുജു മിൻ സഫഹി ഹാദൽ ജബലി അകുൻതും മുസദ്ദിഖിയ്യ. ഈ ഗുഡ്ഡയുടെ പെറവുഭാഗത്തിൽ ഏതെങ്കിലും ഒരു ശത്രു സൈന്യ നിങ്ങൾ ആക്രമിക്കോ പണ്ടെന്ന് ചെന്നിട്ട് നിങ്ങൾ ചെന്നിങ്ങ് നിങ്ങൾ എൻ്റെ വിശ്വസിക്കുവാറാന്ന് ചെല്ല ഒരു ക്വസ്റ്റൻ. ആ സമയത്ത് എല്ലാവരും ഒക്കൊറളിന്താൻ ചെല്ലാറല്ലേ എല്ലാവരും കൂടി ചെന്നൊരു പലക്ക മാ ജറബന അലൈക ഖദിബ. എല്ലാവരും കൂടി ചെന്നൊരു പലക്കായിട്ടിരിക്കുന്നത് മാ ജറബന അലൈക ഖദിബ. അള്ളാഹുടെ തന്നെയാണ് സത്യ. ഞങ്ങൾ ഒരു കാലത്തും നിങ്ങളെ കളവ് ചെന്നതായിട്ട് ഞങ്ങൾക്ക് പരിചയമേ ഇല്ല. നിങ്ങളെ ഏതെങ്കിലും ഒരു പലക്കത്തിൽ കളവ് വന്നതായിട്ട് ഞങ്ങൾക്ക് പരിചയമേ ഇല്ല. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ചെന്ന മനുഷ്യ അപ്പം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് ചൊല്ല് ഫൈന്നി നദീറുൽ ലക്കും ബൈന യദൈ അദാബിൻ ഷദീദ്. ഓ പ്രിയപ്പെട്ട നിൻ്റെ കുടുംബമേ, നിൻ്റെ റായത്തങ്ങമേ, നിൻ്റെ ശബ്ദം കേട്ടിട്ട് വന്ന എല്ലാ ആൾമാരൊട്ടിക്കും ചൊല്ലുള്ളത് ഫൈന്നി നദീറുൽ ലക്കും ബൈന യദൈ അദാബിൻ ഷദീദ്. ഈ രൂപത്തിൽ മുതൽ പോയെങ്കിൽ ഈ ഷിർക്കിലും കുഫറിലും കല്ലുകുടിയിലും പെണ്ണുപിടിയിലും കക്കലിലും വേണ്ടാത്ത ചതിയിലും വഞ്ചനയിലും നിങ്ങൾ മുതൽ പോയെങ്കിൽ ഖണ്ഡിതമായിട്ടും അള്ളാഹുടെ ഭാഗത്തുള്ള വലിയ ശിക്ഷ ആഖിറത്തിൽ നിങ്ങളോ മുതലുണ്ട്. ആ ശിക്ഷയുടെ എച്ചരിക്ക തറകുവാനായിട്ട് ಅದರ മുന്നറിയിപ്പ് ಅದರ മുൻസൂചന തറകുവാനായിട്ട് ഞാൻ നിങ്ങളെ വിളിച്ചിരോ. ആ സമയത്തായിട്ട് ഇങ്ങട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയൊരു ഷോക്കിംഗ് ന്യൂസ്, വലിയൊരു ടെൻഷൻ പണ്ടൊരു പലക്ക അബൂലഹബിയുടെ ഭാഗത്തിൽ പണ്ടു. ആ പലക്കത്തെ ടെൻഷനല്ല, ആ പലക്ക ആറ് പറഞ്ഞ് ആ ചന്ദ്രാൻ ചെല്ലതായിട്ട് ഇങ്ങനെ ഒരു വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു മൂത്താപ്പായിട്ട് അബൂ ത്വാലിബായിട്ട് ഇങ്ങനെ നബി തങ്ങൾക്ക് എല്ലാ നിലക്കും സംരക്ഷണം കൊടുത്തുണ്ടല്ലോ. ആ സന്ദർഭത്തിൽ പിന്നൊരു മൂത്താപ്പ അബൂലഹബ് എഞ്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബദ്ധ വൈരിയായിട്ട് ചൊല്ലോ തബ്ബല്ലക മുഹമ്മദേ നിനക്ക് നാശാവട്ടെ, നീ നാശായിപ്പോ ശാപ വയ്ക്കറോ. അലിഹാദ ജമാഅത്തന ഇതിക്ക് വേനായിട്ടോ നീ ഞങ്ങളെ കൂട്ടിയുടെ നിൻ്റെ എന്ത് പലക്ക ഇത്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയൊരു ഷോക്കായിത്തത്. കാരണം സ്വന്തം മൂത്താപ്പ ഇങ്ങനെ ചെല്ലത് കിനാവിൽ നിരീക്കാത്തൊരു വിഷയമാണ്. ആ സമയത്ത് ആ സെക്കൻഡിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമാധാനാക്കണം, പേടിക്കണ്ട, ടെൻഷനാക്കണ്ട. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. അബൂലഹബ് നാശമായി പോയ നബിയെ, അബൂലഹബ് നാശമായിപ്പോയ. അബൂലഹബ് മാത്രമല്ല, അവനക്ക് ഈ വിഷയത്തിൽ സപ്പോർട്ടാക്കി അവൻ്റെ പെഞ്ഞയും നാശമായി പോയാൽ മാത്രമല്ല, അവനക്ക് ഈ വിഷയത്തിൽ അവൻ്റെ ബെന്നലുമായിട്ട് നിൻ്റെ അവൻ്റെ മക്കും നാശമായി പോയാറ് അങ്ങും അവനക്ക് ഉപകാരം കിട്ടില്ല. അവൻ്റെ സ്വത്ത, അവൻ്റെ സന്താനമാ, അവൻ്റെ പെഞ്ഞയ ഒരാളും കൊണ്ടും അവനക്ക് ഉപകാരമാക്കാത്തതുപോലെ അവൻ നാശായിപ്പോയ അങ്ങും നാശായിപ്പോയാറ് നബിയെ. നിങ്ങളല്ല നാശാവിടോ ചെന്നിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്പം സമാധാനാക്കട. സുബ്ഹാനല്ലാഹ്. അത് കണ്ടിട്ട് പിന്നെ എത്ര വർഷം പിന്നെ അത് കണ്ടിട്ട് സുബ്ഹാനല്ലാഹ് ബദ്ർ യുദ്ധം നടന്നിട്ട് എപ്പത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ പിന്നെ 10 വർഷം മക്കത്തിണ്ടിട്ട്
7 വർഷം മക്കത്ത് നിന്നിട്ട് ടോട്ടൽ 10 വർഷ. അതിൽ പിന്നെ മദീനത്ത് പോയിട്ട് ആ മദീനത്ത് പോയിട്ട് 1 വർഷ ആവുമ്പോഴായിട്ട് ബദർ യുദ്ധം നടക്കുന്നു. അപ്പോൾ 11 വർഷത്തിൽ പിന്നെ ഈ ഒരു പരിശുദ്ധ ഖുർആൻ ചെന്നോ ആ ഖുർആൻ്റെ അത് പിന്നെ സൂചന ഖുർആൻ ചെന്ന സ്പഷ്ടമായിട്ടുള്ളൊരു വാക്ക് അത് 11 വർഷത്തിൽ പിന്നെ യാഥാർത്ഥ്യമാവും. അത് ശരിയായിട്ട് കാണ്ട് സുബ്ഹാനല്ലാഹ്. അതായിട്ട് പരിശുദ്ധ ഖുർആൻ അത് മനുഷ്യനിർമ്മിത ഗ്രന്ഥമല്ലത്, അത് ദൈവിക ഗ്രന്ഥ, അള്ളാഹുടെ കലാമായിട്ടിങ്ങട്. അള്ളാഹു കൊണ്ട് ചെന്ന പലക്കെന്തര ഫാസ്റ്റൻസ് പ്രയോഗ തബ്ബത് യദാ അബീ ലഹബ്, അബൂ ലഹബ് നാശമായിട്ടൈത്തുണ്ട്. എപ്പോൾ ചൊല്ലോ നാശമായിട്ടൈത്തുണ്ട്? 10 വർഷം മുന്നോളൂ. 10 വർഷം കല്യാൽ പിന്നായിട്ടിങ്ങട് സുബ്ഹാനല്ലാഹ് ബദർ യുദ്ധം നടന്നിട്ട്. ബദർ യുദ്ധത്തോ ചരിത്രത്തിൽ ഞാൻ കിടക്കില്ല. ബദർ യുദ്ധം നടന്നാൽ പിന്നെ അവിടെ മക്കത്തോ കുറേശിങ്ങളെ സോത്താറ്, അബൂജാലിൻ്റെ പോലത്തെ എല്ലാ ബല തലവന്മാരെല്ലാം ചത്ത് മണ്ണ് നിന്നു പോയാറ്. ആ സമയത്ത് സ്വഹാബത്ത് വിജയിച്ചിട്ട് സന്തോഷിക്കുന്ന ടൈമു. അങ്ങനെ അബൂ ലഹബ് പോയിട്ടില്ല യുദ്ധത്തിക്ക്. അബൂ ലഹബ് പോകാതിരിക്കോ കാരണമുണ്ട്. കാരണം എന്താ? അബൂ ലഹബിയുടെ പെങ്ങ ആത്തിക്ക ബീബിക്ക് ഒരു കിനാവ് കണ്ടെന്ന് യുദ്ധത്തിൽ പോണ്ടേക്കുമ്പോളൂ. എന്തൊരു കിനാവ് കൊണ്ടോ? സുബ്ഹാനല്ലാഹ് ഭയങ്കരമായ വലിയ ഒരു ഗുഡയുടെ വലിയൊരു ബണ്ടകല്ല് കീൽ വീണ്ടു. ആ ബണ്ടകല്ല് പൊട്ടിട്ട് പൊടിയായിട്ട് ಅದರ ഓരോ പൊടിയും ഓരോ പീസും മക്കത്തിന്ന കുറേശിങ്ങൾ ഔത്തുക്ക് പോയിട്ട് വീണ്ടതും ആക നാശാവുടേതായിട്ട് ഒരു കിനാവ്. ഈ കിനാവ് ആത്തിക ബീബി റളിയല്ലാഹു അൻഹ പിന്നെ ഇസ്ലാം മതം സ്വീകരിക്കുന്ന ആത്തിക ബീബി റളിയല്ലാഹു അൻഹ കണ്ട്. ആ ആത്തിക ബീബി റളിയല്ലാഹു അൻഹ ഇത് കണ്ടപ്പോൾ അബൂ ലഹബ് ഇത് വിശ്വാസമുണ്ട്, ആത്തിക ബീബി അങ്ങനത്തെ കിനാവ് കാണലാണ്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാമി അബൂ ലഹബിയുടെ പെങ്ങൾ അങ്ങനത്തെ ലാട്ടുപോട്ട് കിനാവ് കണ്ടുപോലത്തെ ആൾമാരല്ല എന്ന് അബൂ ലഹബിന് ഉറപ്പുണ്ട്. ആയെങ്ക ഈമാനില്ല, എന്താക്കടോ ഹിദായത്തില്ല. അതുകൊണ്ട് അബൂ ലഹബ് എന്താക്കടാ തൻ്റെ ബദൽക്ക് വേറെ ആളെ കടത്തുറോ മുമ്പോണ്ടില്ല പേടിച്ചിട്ട്. അങ്ങനെ ചുരുക്കിച്ചെന്നെങ്കിൽ അബൂ ലഹബ് യുദ്ധത്തിൽ പോണ്ടില്ല. അബൂ ലഹബ് മക്കത്ത് നിന്നിട്ട് ന്യൂസ് എടുത്തോണ്ടുള്ള എന്തയത്ത് അവിടെ എന്തോ എല്ലാ മുഷ്രിക്കും ലീഡർമാരെല്ലാം ഖലാസ് ചത്ത് മണ്ണ് കൊണ്ടു പോയാറല്ല ബദർ യുദ്ധത്തിൽ. ആ സമയത്ത് ആ ടൈമിലായിട്ട് മക്കത്തേക്ക് ന്യൂസ് എടുത്തോണ്ട് പണ്ട് ഒരാൾ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ മക്കത്തേക്ക് ന്യൂസ് എടുത്തോണ്ട് ഒരാൾ പണ്ട് ബദർ യുദ്ധം കഴിഞ്ഞാൽ പിന്നെ കുറേശിങ്ങൾ കൊണ്ട് അവിടെ എല്ലാ ടെൻഷനും വിഷയമെല്ലാം എടുത്തിട്ടു അബൂ സുഫിയാൻ ബിൻ ഹാരിസ് അയാളെ മുട്ട അബൂ സുഫിയാൻ്റെ സംഘല്ലേ. അപ്പോൾ അബൂ സുഫിയാൻ ബിൻ ഹാരിസ് അയാളെ മുട്ട എന്താവടു ആൾ വന്നിട്ട് ചെല്ല് സുബ്ഹാനല്ലാഹ് എല്ലാം നാശമായി പോയായിരുന്നു ഞങ്ങൾ ആൾമാർ എത്രമാത്രം ശിക്ഷ അനുഭവിച്ചാറ് ചെന്നെങ്കിൽ സ്വഹാബിക മാത്രമല്ല കൊന്നരോ. ആകാശത്തെ ഭാഗത്ത് ഒരു പ്രത്യേക തര കുതിരയുടെ മേൽ തെച്ചിട്ട് ഒരു സൈന്യം വന്നിട്ട് ഞങ്ങളെ ലീഡർമാരെ കൊന്നുകൊണ്ടിരുന്നുണ്ട്. ഇതിങ്ങനെ ചെന്നുകൊണ്ടുള്ള അബൂ ലഹബ് ഇങ്ങനെ ഇതച്ച് കേട്ടോണ്ടുള്ള അബൂ സുഫിയാൻ ഇങ്ങനെ കേട്ടോണ്ടുണ്ടു. അവിടെ ഞങ്ങളെ കുടുംബമെല്ലാം ഉള്ളാർ. അങ്ങനെ അബ്ബാസ് റളിയല്ലാഹു അൻഹു അബൂ ലഹബിയുടെ ഏലോണല്ലേ. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ പെഞ്ഞി ഉമ്മുൽ ഫضലുണ്ട്. അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ അടിമ അബൂ റാഫി റളിയല്ലാഹു അൻഹു ഞങ്ങളെ പിന്നെ ഇസ്ലാം മതം സ്വീകരിച്ച ആൾമാർ ഇങ്ങനെല്ലാം അവിടെ ഉള്ളാർ. ആ സന്ദർഭത്തിൽ വന്നിട്ട് ചെണ്ട് ഭൂമിയിൽ മാത്രമല്ല നമുക്ക് യുദ്ധം, ആകാശത്തെ ഭാഗത്തോ ഒരു പ്രത്യേക തര കുതിരയിൽ വന്ന ഒരു സൈന്യം കൂടെ ഞങ്ങളാൾമാരെ ആക്രമിച്ചിട്ട് ഞങ്ങളാൾമാരെ കൊന്നുറുണ്ട്. ഇത് ചൊല്ലുമ്പോൾ അവിടെ അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ ഒരു അടിമയും പാവപ്പെട്ട ഒരു മനുഷ്യ അബൂ റാഫി ചെല്ലുടെ ഒരാൾ. അബൂ റാഫി ചെല്ല് അത് മലക്കിങ്ങായിട്ട് തിൽക്ക വല്ലാഹിൽ മലായിക്ക. അബൂ റാഫി പാവപ്പെട്ട ഒരു മനുഷ്യർ അടിമ. അബൂ ലഹബിയുടെ എലോൺ അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ അടിമയായിട്ടിരുന്നൊരു മനുഷ്യ. അയാൾ ചെല്ല് തിൽക്ക വല്ലാഹിൽ മലായിക്ക, അത് മലക്കിങ്ങ വന്നതായിട്ടിക്കണോ. അപ്പം മലക്കിങ്ങ വന്നിട്ട് ഞങ്ങളെ ലീഡർമാരൊക്കെ ഒന്നുകൊണ്ടായിട്ട് അവിടെ അർത്ഥമുണ്ടോ? ആ രൂപത്തിൽ നോക്കുമ്പോൾ അബൂ ലഹബ് ദർശമുണ്ട്. അബൂ ലഹബ് ഫല്ലത്തമഹു അബൂ ലഹബ് വല്ലറബ ബിഹിൽ അർള. അബൂ ലഹബ് എന്താക്കട ഈ അബൂ റാഫിക്ക് മൂസുണ്ട് കടിച്ചിട്ട് അടിച്ചിട്ട് ഭൂമിക്ക് ഊന്തി ചവിട്ടിട്ടിട. ഈ ടൈമിൽ ബഹുമാനപ്പെട്ട ഉമ്മുൽ ഫضൽ റളിയല്ലാഹു അൻഹ അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ പെഞ്ഞി അയ്യക്ക് അർശമുണ്ട്. എന്തൊരു പാവപ്പെട്ട ഒരു മനുഷ്യരോ അയാൾ മലായിക്കത്ത് ചെന്നതുകൊണ്ട് എന്തായിത്ത് ചത്തങ്ങൾ ചത്തുപോയില്ലേ. അബ്ബാസ് അയാൾക്ക് അടിക്കരെന്തിക്ക് ഞങ്ങൾ അടിമല്ലേ. അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ അടിമക്ക് അബൂ ലഹബ് അടിക്കുക ഓണാറ്
ചെന്നിട്ട് ആ ഉമ്മുൽ ഫളൽ റളിയല്ലാഹു അൻഹു ഭയങ്കര അർസമുണ്ട്. അർസം വന്ന ടൈമാ ശരിക്കും തലക്കൊരു അടി അടിക്കറ്. സുബ്ഹാനല്ലാഹ്. ആ അടിച്ച അടി അത് അവൻ്റെ അവസാനം. പിന്നെ 7 പിന്നെ അവൻ ജീവിച്ചത് ഈ ഭൂമിയിൽ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങു അണ്ട് ശാപ്പ വെച്ചോൺ 7 ഈ ഭൂമിയിൽ ജീവിக்கிறோം. സുബ്ഹാനല്ലാഹ്. അവൻ്റെ തലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ശക്തമായ ഒരു രോഗം കൊടുക്കുക. ഒരു പുണ്ണ് അവിടെ തലയിൽ ശക്തമായ ഒരു പുണ്ണ് തലയിലായിട്ട് അത് ഭല്ലാത്ത ഒരു കൂറ് പോലത്തെ സാമാനാവിടും. ചെറിയൊരു കൂറ് അത് ഭയങ്കരമായി ജോറാവിടും. അത് അവസാനം ഒരു ക്യാൻസർ പോലത്തെ ഒരു മാരകമായ രോഗമായിട്ട് മാറ്. അവസാന ആ രോഗ ജോറായിട്ട് ശരീരടി ചീഞ്ഞിട്ട് നാറോ സ്റ്റാർട്ടായിತ್ತು. ശരീരടി ചീഞ്ഞിട്ട് നാറോ സ്റ്റാർട്ടായപ്പോൾ അബൂലഹബ് 3 ആൺമക്കളാರು. ഉത്ബത്ത്, മുഅ്തബ്, ഉതൈബത്ത് ചെന്നിട്ട് ഈ 3 ആൺമക്കും അബൂലഹബിടോ വെന്നലുബായിട്ട് നിൻ്റെ ഇന്ന് പെഞ്ഞ ഈ ഉമ്മു ജമീൽ അറുവാൻ ചെല്ലാരോ പെണ്ണിയുടെ പേര് ഉമ്മു ജമീലിൻ്റെ ആയിട്ട് ഇവിടെ അവളെ വിളിக்கிறോ. ഈ അറുവ അല്ലെങ്കിൽ ഉമ്മു ജമീൽ ഓലും 3 മക്കം കൂടിയിട്ട് അബൂലഹബിടെ പറത്തിട്ടാറ്. ചീഞ്ഞ് നാറ് ഔത്തുള്ള വയ്ക്കും പോലെ ഇല്ല. ഇനി വെച്ചക്ക് ഞങ്ങൾക്കെല്ലാം സീക്ക് പിടിക്കൂ ചെന്നിട്ട് ആര് അബൂലഹബ് ഖുറൈശി തലവൻ, ഖുറൈശികളെ വല്ല ലീഡർ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബാപ്പയുടെ മൂത്തോണു, സ്വന്ത ചില്ലറക്കാരനല്ല. അതേ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊട്ടിಗೆ കളിച്ചാന അത് ആരെങ്കിലും അവൻ ഒലില്ല. അവൻ വന്നാൽ ദുനിയാവിൽ അനുഭവിക്കൂ, അല്ലെങ്കിൽ അവൻ്റെ ഈമാൻ ഊരിട്ട് കാഫിറായിട്ട് ചാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആര് ചെറുതാക്കിയാനാ, ആ ചെറുതാക്കിയവൻ്റെ കൂടെ ആര് കൂടിയാനാ അവൻ്റെ ഈമാൻ ഊറ് ചെല്ലതിൽ യാതൊരു സംശയമില്ല. ഇത് കണ്ടാത്തുണ്ടമായിട്ട് നമുക്ക് ചെല്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊട്ടിಗೆ കളിച്ചവനു ഒന്ന് ദുനിയാവിൽ അനുഭവിക്കൂ. ഇനി ദുനിയാവിൽ ചിലപ്പോൾ അല്ലാഹു തആല ശിക്ഷ കൊടുക്കില്ലാണ്ട് കണ്ടെങ്കിൽ അവിടെ ഈമാൻ ഊരിയിട്ട് അവൻ ആഖിറത്തിൽ കഠിനമായ ശിക്ഷ അനുഭവിക്കും. അബൂലഹബിടെ പുട്ടില്ലേ, നബി തങ്ങളെ മുത്തബല്ലേ പുട്ടുത്താ ഇല്ല. അബൂലഹബ് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഈ തങ്ങന്മാരെ കൂട്ടത്തിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാവനായ ഒരു മനുഷ്യ. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാത്ത ആക്രമിച്ചത് കൊണ്ട് നബി തങ്ങളെ കഠിനമായിട്ട് എതിർത്ത. പക്ഷേ അബൂ താലിബ് ഉള്ളത് കൊണ്ടിട്ടു അബൂലഹബ് യാരെ ഉപദ്രവിക്കുകയില്ല, ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയില്ലാണ്ട് മാത്ര അല്ലാണ്ട് എല്ലാ മൊത്തം ഫിത്തനും ഫസാദുകളാക്കിയിട്ട് അബൂലഹബ് നബി തങ്ങളെ ഖണ്ഡപ്പെട്ട് ആക്രമിച്ച ഒരു മനുഷ്യ അല്ലാഹു തആല ദുനിയാവിൽ അത് കാട്ടിക്കൊടുത്ത ശക്തമായ ഒരു ശിക്ഷ. മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ്. ഖുർആനിൽ 10 വർഷം മുതൽ ഇറങ്ങിയ സൂറത്തിൽ ചെണ്ട് മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ്. അവൻ്റെ സമ്പത്തും അവൻ്റെ സന്താനങ്ങളും അവനക്ക് ഉപകാരം കിട്ടല്ല നബിയേ. അണ്ട് സാപ്പ് വെച്ചപ്പോൾ ഇറങ്ങിയ സൂറത്തത്. തബ്ബത് യദാ അബീ ലഹബ്. അബൂലഹബ് നാശമായി പോയ. മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ്. അവൻ്റെ സ്വത്തും അവൻ്റെ സമ്പത്തും അവനക്ക് ഉപകാരം കിട്ടല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ അണ്ട് സാപ്പ് വെച്ചപ്പോൾ ഇറങ്ങിയത് ഇതിൻ്റെ കറക്റ്റായിട്ട് നേരായിട്ട് കണ്ടുപോയിട്ട്. അങ്ങനെ അബൂലഹബ് അവസാനം റോട്ടിൽ പൂണ്ടു ചത്ത് നിറങ്ങി ചീഞ്ഞ് നാറിയിട്ട് നായി ചത്ത പോലെ ചത്തുപോയ അബൂലഹബ് അവസാന ഓൻ്റെ ചകെടുക്കുക ഇല്ലാണ്ടാവുമ്പോൾ ചകെടുക്കുക ആളില്ലാണ്ടായപ്പോൾ സുബ്ഹാനല്ലാഹ് ലാസ്റ്റിക്ക് അവിടെ ആൽമാരെല്ലാം വിചാരിച്ചാർ ഇത് വല്ലാത്ത ബുദ്ധിമുട്ടു. ഫആതബഹുമാ റജുലു മിൻ ഖുറൈഷ്. ഒരു ഖുറൈശികൾപ്പെട്ട ഒരു വയസ്സായ ഒരു മനുഷ്യൻ വന്നിട്ട് മക്കളൊട്ടിക്ക് പെഞ്ഞേരൊട്ടിക്ക് ആക്ഷേപിച്ച് ഇങ്ങനെ റോഡിൽ വിട്ടിട്ടു ഒരു ചത്ത ചകത്തോ റോഡിൽ വിട്ടുവിട്ടെങ്കിൽ ആവല കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും മറമാടണു, എവിടെയെങ്കിലും ഗുളിയെടുത്ത് പൂത്തിയിടണം. കാരണം ഇല്ലെങ്കിൽ ഈ സീക്ക് എല്ലാവർക്കും പറഞ്ഞു നാടിടി വൈറസായി പോകും, ഞാൻ നിങ്ങൾക്ക് സഹായിക്കണം, നിങ്ങൾ ബറു എന്നിട്ട് ഈ 2 മക്കളും വിളിച്ചുകൊണ്ട് പോയിട്ട് അങ്ങനെ എന്താക്കിയിട്ട് ദൂരത്തിൽ തന്നിങ്ങനെ ചേർത്തിട്ട് തന്നി വിത്തിട്ട് ദൂരത്തിൽ വലിയൊരു കോൾ എടുത്തിട്ട് ഊന്നിട്ട് ഒരു മതിലിൻ്റെ സൈഡ് കാക്കിയിട്ട് മേലെ ഗുഡയിൽ നിന്ന് മണ്ണിട്ടിട്ട് മൂടി വിട്ടാർ. സുബ്ഹാനല്ലാഹ്. കല്ലു മണ്ണെല്ലാം ഇട്ട് വലോ അലൈഹി ബിൽ ഹിജാറ. കല്ലു മണ്ണെല്ലാം ഇട്ടിട്ട് എന്താക്കിയാർ മൂടി വിട്ടാർ. അങ്ങനത്തെ ഒരു ദുസ്ഥിതി അബൂലഹബ് വന്നത്. ഇനി അബൂലഹബിടെ പെഞ്ഞയി അബൂലഹബിടെ ചില മക്ക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എതിർത്ത മക്ക അങ്ങനെ അവസ്ഥ എന്തോരം ചെന്നിട്ട് നെക്സ്റ്റ് ചരിത്രത്തിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് പഠിക്കാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്ത് അള്ളാഹു നമുക്ക് ദുനിയാവിലും ആഖിറത്തിൽ തരട്ട്. നമുക്ക് ചരിത്രങ്ങൾ പഠിക്കുക മനസ്സിലാക്കുക അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.